بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه من اهتدى بهداه أما بعد സൂറത്തുൽ അഹ്ഖാഫ് 31, 32, 33 വചനങ്ങളാണ് പുതിയ പാഠമായിട്ട് നമ്മൾ ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാം. يا قومنا أجيبوا ഇതിൽ വരുന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. യാ ഖൗമന എന്ന ദീർഘം. അജീബു അജീബു ദാഇയല്ലാഹി ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഖൗമന എന്നതിലെ ഖാഫ്, അല്ലാഹി എന്നതിലെ ലാമും അതിന്റെ ദീർഘാക്ഷരമായ അലിഫും, ഇതൊക്കെയാണ് ഇപ്പൊ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. ഇതല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വആമീനു ആമീനു അല്ല, വആമീനു ബിഹി യഗ്ഫിർ ലക്കും, ഗൈന് തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. റായിന് തർക്കീഖാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട്. യഗ്ഫിർ ലക്കും യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. സകിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി എന്നോ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാം. മിൻ ദുനൂബിക്കും എന്നതിലെ സകിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ദുനൂബിക്കും എന്നതിലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വാവാണ് ശേഷം വന്നത് എന്നതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. വയുജീർക്കും അവിടെയും റായിനെ തർക്കീഖ് ചെയ്യണം. മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുള്ളതുകൊണ്ട് റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റും ആണ്. അതിനാൽ വയുജീർ വയുജീർ എന്ന് വലുതാക്കി പറയരുത്, തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് വയുജീർക്കും മിൻ. സക്കിനായ മീമിനെ അടുത്ത മീമിൽ ഇദ്ഗാം ചെയ്യാം. മിൻ അദാബിൻ ഇൽഹാർ ഹൽഖിയാണ് സാക്കിനായ നൂൻ. മിൻ അദാബിൻ അപ്രകാരം അദാബിൻ അലീം അവിടെ തൻവീനിനെയും ഇൽഹാർ ഹൽഖി നൽകി വെളിവാക്കണം, മണിക്കരുത്. വമൻ ലാ യുജീബ് വമൻ എന്നതിലെ സാക്കിനായ നൂൻ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലാ യുജീബ് ബാഇന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ദാഇയല്ലാഹി അല്ലാഹ് തഫ്ഖീം ചെയ്യുക, ഇസ്മുൽ ജലാല. ഫലൈസ ബിമുഅ്ജിസിൻ ഐന് തവസ്സുത്തിന്റെ ഹർഫാണ്, ലൂസാക്കി ഉച്ചരിക്കണം. മുഅ്ജിസിന് ശിദ്ദത്ത് വരരുത്. ബിമുഅ്ജിസിൻ ഫിൽ അർദ് തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കുക. വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ മിൻ എന്നതിലെ സക്കിനാനൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ദൂനിഹി എന്നതിലെ ദീർഘം 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവാദമുള്ള ദീർഘമാണ്. മദ്ദുസ്സിലത്തിൽ കുബറ എന്നാണ് അതിന്റെ പേര്. മദ് മുൻഫസിലിന്റെ വിധിയാണ് അതിനുണ്ടാവുക. മിൻ ദൂനിഹി ഔലിയാ, ഇവിടെ മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. എന്നാൽ വഖഫ് ആയതിനാൽ 6 ഹറക്കത്തിന്റെ അളവ് വരെ ഇഷ്ബാഇ ചെയ്യാം. ഔലിയാ ഉലൈക അവിടെയും മുത്തസിലാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഫീ ളലാലിൻ മുബീൻ തൻവീനിനെ
പൂർണ്ണമായും ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാം ബിഗുന്ന, ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കുക. അവലം യറൗ, സാക്കിന മീം ഇൽഹാർ ഷഫവി വെളിവാക്കുക. അവലം യറൗ അന്നല്ലാഹ, നൂൻ മുഷദ്ദദ മണിക്കുക. الذي خلق السماوات والأرض. خلق قاف تفخيم ചെയ്യണം. എന്നാൽ ഇടക്ക് ലാമ് വന്നു, അതിന് തർക്കീഖാണ്. خلق خلق والأرض റാ ضاد തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ്. ولم يعي بخلقهن. വലം എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി. ബിഖൽഖിഹിന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ഷദ്ദ് നൽകപ്പെട്ട നൂൻ. ബിഖാദിരിൻ അല, തൻവീനിനെ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. അല അൻ, ദീർഘം മുൻഫസിലായ ദീർഘമാണ്, മദ് മുൻഫസിൽ ജായിസ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. യുഹ്യിയൽ, 2 യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. മുമ്പ് മഖാരിജിന്റെ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ച കാര്യമാണ്. തുടരെയായി 2 യാകൾ വന്നിരിക്കുന്നു. യുഹ്യിയൽ എന്ന അവ്യക്തമായി പോവരുത്. യുഹ്യിയൽ മൗത. ബല, ഈ ദീർഘം മുൻഫസിലാണ്, 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബല അത്രമാത്രം മതി, 2 ഹറക്കത്തിന്റെ അളവിൽ തബീഇയ ദീർഘം കൊണ്ട് നിർത്തുക. ബല. ഇന്നഹു, നൂൻ മുഷദ്ദദ മണിക്കണം. അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിലും തഫ്ഖീം ഉണ്ടാവണം. ശേഷം ഖാഫാണ്, ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ് ഖാഫ്. അതുകൊണ്ട് തൻവീനിനെയും തഫ്ഖീം ചെയ്ത് ഷൈഇൻ ഖദീർ എന്ന് പാരായണം ചെയ്യണം. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم. ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. أولم يروا أن الله الذي خلق السماوات والأرض ولم يعي بخلقهن بقادر على أن يحيي الموتى بلى إنه على كل شيء قدير.